ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബി സ്ത്രീയുമായി മടങ്ങി വന്നു. അവരെവിടെ മടങ്ങി വന്നു? നിങ്ങൾ എന്നെ കേട്ടേ, ഞാൻ വളരെ ശാന്തമായിട്ടാണ് ഞാനിത് പറയുന്നത്. 1 തൊട്ട് 21 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഭയങ്കര ട്രാജഡിയാണ്. 1 തൊട്ട് 21 വരെയുള്ള വാക്യത്തിനകത്ത് എന്താ അവിടെ സംഭവിക്കുന്നത്? ബേത്ലഹേം എന്ന് പറയുന്ന പട്ടണത്തിൽ ജീവിച്ച ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ അപ്പൻ്റെ പേര് എലിമെലേക്ക്, അമ്മ നവോമി, 2 ആമക്കൾ മഹ്ളോൻ, കില്യോൻ. എന്ത് നല്ല പേരുകളല്ലേ! എലിമെലേക്ക്, നവോമി, മഹ്ളോൻ, കില്യോൻ. ഇവർ ജീവിച്ചിരുന്ന സ്ഥലം ബേത്ലഹേം. വാക്യം പറഞ്ഞ് 2-ാമത്തെ വാക്യം. ആ പട്ടണത്തിനകത്ത്, ബേത്ലഹേം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം. ആ വീട്ടിനകത്ത് ഒരല്പം ബുദ്ധിമുട്ട് വന്നു, ചെറിയൊരു ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പോൾ ഇവർ പോയത് അപ്പത്തിൻ്റെ ഭവനം വിട്ട്, ബേത്ലഹേം വിട്ട് അവരെന്ത് ചെയ്തെന്നറിയാമോ? മൂവ് ചെയ്തു. ഇവരെന്ത് ചെയ്തു? മൂവ് ചെയ്തു. എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു? മോവാബിലേക്ക് മൂവ് ചെയ്തു. സ്തോത്രം. മോവാബ് എന്താണ് കാണിക്കുന്നത്? മോവാബിൽ ചെന്നു. അവർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അപ്പത്തിൻ്റെ ഭവനം എന്നുള്ള പേരേ ഉള്ളൂ ബേത്ലഹേമിന്. ഇപ്പം അവിടെ എന്തില്ല? അപ്പമില്ല. ഇപ്പം ഈയിടെ അപ്പം ഉള്ള സ്ഥലം നോക്കി അവർ പോവുക. ഞാനൊരു വാക്ക് പറയാം, ബേത്ലഹേം വിട്ടു പോകാൻ ഇടയാകരുത്. ഒന്നുകൂടെ പറഞ്ഞേ, ബേത്ലഹേം വിട്ടു പോകരുതെന്ന് പറഞ്ഞേ. ബേത്ലഹേം വിട്ടു പോകരുത്. അപ്പത്തിൻ്റെ വീട് വിട്ട് ഒരു ദിവസം അപ്പം ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ വീട് വിട്ട് എന്ത് ചെയ്യരുത്? പോകരുത്. ഒരു ദിവസം അപ്പം കുറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ വീട് വിട്ട് എന്ത് ചെയ്യരുത്? നമ്മളെല്ലാവരും അങ്ങനെയാണ്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണോ അതിന് മുമ്പിലത്തെ ആഴ്ചയിലാണോ ഞാൻ പറഞ്ഞു, ചർച്ചിലെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും വ്യാമോഹം കൊടുത്തുകൊണ്ട് ആരെയും പിടിച്ചു നിർത്താൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. മോനെ, നീ ചർച്ചിൽ സാംസ് 91 കാണാതെ പറയുവാണെങ്കിൽ നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാം. ഇവൻ എന്തിനാണ് പറയുന്നത്? ഗിഫ്റ്റിന് വേണ്ടി. ഗിഫ്റ്റ് ഇല്ലാതെ വരുമ്പോൾ സ്തോത്രം. ചിലവരങ്ങനെ കേട്ടിട്ടില്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഞാൻ 21 വെള്ളിയാഴ്ച നാട്ടിൽ ഉപവസിക്കും. 21 വെള്ളിയാഴ്ച ഉപവസിക്കും. കിട്ടിയാൽ കർത്താവിനോട് പറയുക, കിട്ടിയില്ലേ? 22ാമത്തെ വെള്ളിയാഴ്ച കർത്താവ് പറയും, ഞാൻ 22ാമത്തെ വെള്ളിയാഴ്ചയാണ് അത്ഭുതം ചെയ്യാനിരിക്കുന്നത്. ഇവൻ 21 വെള്ളിയാഴ്ച കൊണ്ട് പണി നിർത്തി പോവുകയും ചെയ്യും. അപ്പം ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടത് മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിൻ്റെ പേരിലല്ല. ഇവിടെ എന്തെങ്കിലും കിട്ടിയതിൻ്റെ പേരിലല്ല. അപ്പമില്ലെങ്കിലും സ്തോത്രം. ഞാൻ പറയാൻ വെച്ചിരുന്ന വാക്യങ്ങളോ ഒന്നുമല്ല. എങ്കിലും ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം അവസാനത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എങ്കിലും ഞങ്ങൾ യഹോവയിൽ ആനന്ദിക്കുന്നൊരു വാക്കുണ്ടെന്ന്. വായിക്കാമോ? ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം. എനിക്ക് വേഴ്സൊന്നും ഓർമ്മയില്ല. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം, അതിൻ്റെ അവസാനത്തെ ആ സ്റ്റാൻസ, അവസാനത്തെ ഒരു 4-5 വാക്യത്തിൻ്റെ ഇടയ്ക്ക് 3 അധ്യായം ഉണ്ട് അതിന്. 3 അധ്യായം ഉണ്ട് കേട്ടോ. എനിക്ക് 2 അധ്യായം ഉള്ളെന്നുള്ള രീതിയിൽ ഞാൻ 2 പറഞ്ഞു. 3-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിച്ചേ. എങ്കിലും ഞാൻ, ചേർന്ന് ആ വാക്കെന്ന് പറഞ്ഞു, എങ്കിലും ഞാൻ യഹോവയിൽ, ചേർന്ന് പറഞ്ഞേ, എങ്കിലും ഞാൻ യഹോവയിൽ, അവൻ്റെ രക്ഷയുടെ ദൈവത്തിൽ. സ്തോത്രം. നാളെ കഴിഞ്ഞ് ഇവൾ മൂവ് ചെയ്യുക. ഇവളോടുള്ള ഞാൻ ഈ ഒരു വേർഡ് പറയാനേ നിന്നതല്ല, ധൈര്യത്തോടെ പറയും, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എങ്കിലും, ചേർന്ന് പറഞ്ഞ്, എങ്കിലും. ഈ ബൈബിളിൽ നമ്മൾ ഒരു വാക്കൊന്നും പിടിച്ച് പ്രാർത്ഥിക്കരുത്. ഈ ബൈബിൾ നിങ്ങൾ പഠിച്ചാൽ എങ്കിലും, എന്നാൽ, എന്തെന്നാൽ, അതുപോലെ എന്നൊക്കെയുള്ള കുറേ വേർഡുകളുണ്ട്. അതിനെ പറയുന്ന പേര് ബ്രിഡ്ജ് വേർഡ് എന്നാണ് പറയുന്നത്. ബ്രിഡ്ജ് വേർഡ് എന്ന് പറഞ്ഞേ, ബ്രിഡ്ജ് വേർഡ്. ബൈബിൾ പഠിക്കുമ്പോൾ അറിയാം. അതിനെ പറയുന്ന പേരാണ് പാലം ഇടുന്നത്. എന്തിനാണ്? 2 സ്ഥലങ്ങൾ തമ്മിൽ. അപ്പം എങ്കിലും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ആ എങ്കിലും ഒരു ബ്രിഡ്ജ് വേർഡാ. ആ വാക്ക് പഠിക്കണമെങ്കിൽ ആ എങ്കിലും കയറി അതിൻ്റെ മേളിലെ വാക്യത്തിലേക്കോ താഴത്തെ വാക്യത്തിലോട്ടോ പോകണം. അപ്പം നോക്കി 18ാമത്തെ വാക്യത്തിൽ എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എന്ന് പറഞ്ഞാൽ, ആ എങ്കിലും എന്ന് പറഞ്ഞ പാലം കയറി 17ാമത്തെ വാക്യത്തിലേക്കോ 16ാമത്തെ വാക്യത്തിലോട്ടോ ചെന്നാൽ റീസൺ പറയുന്നത് മനസ്സിലാകും. അവിടെ എഴുതിയിരിക്കുകയാണ്, അത്തിവൃക്ഷം തളിർക്കത്തില്ല. ആണ്ട കിടക്കുന്നു. അത്തിവൃക്ഷം തളിർക്കത്തില്ല,
മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകത്തില്ല. ഒലിവ് മരത്തിൻ്റെ പ്രയത്നം, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ ഉണ്ടാകത്തില്ല. ഗോശാലകളിൽ കന്നുകാലികൾ എന്ന് പറഞ്ഞ ഇല്ല 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 എന്ന് പറഞ്ഞിട്ട് 18-ാമത്തെ വാക്യം, അതുകൊണ്ട് ഞാൻ എല്ലാം നിർത്തുമെന്നല്ല പറഞ്ഞ് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എങ്കിലും ഞങ്ങൾ യഹോവയിൽ. ഇന്ന് പകൽ ആ വായുകളെല്ലാം തുറന്ന് പറഞ്ഞു, എങ്കിലും ഞങ്ങൾ ബേത്ലഹേം വിടത്തില്ല, എങ്കിലും ഞങ്ങൾ ആരാധന വിടത്തില്ല, എങ്കിലും ഞങ്ങൾ ആരാധന മിസ് ചെയ്യത്തില്ല, എങ്കിലും ഞങ്ങൾ ദൈവത്തെ വിട്ട് പുറകോട്ട് പോകത്തില്ല. ബ്രദറെ, എനിക്ക് ഭയങ്കര ധൈര്യമായി ദൈവവചനം പറയുന്നത്. ഞാൻ കഴിഞ്ഞ സ്തോത്രം 99 മുതൽ ചെറുതായിട്ട് പ്രസംഗിച്ചു. 25 വർഷമായിട്ട് യേശുവിനെ പ്രസംഗിക്കുന്ന എനിക്കത് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ ധൈര്യത്തിനകത്തുനിന്നുകൊണ്ട് പറയാം, അയർലൻഡിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾ വന്നാലും അപ്പത്തിൻ്റെ ഭവനം വിട്ട്, ബേത്ലഹേം വിട്ട് പുറകോട്ട് പോകരുത്. പറഞ്ഞേ, ബേത്ലഹേം വിട്ട് പോകരുതെന്ന് പറഞ്ഞേ. ബേത്ലഹേം വിട്ട് പോകരുത്. അപ്പത്തിൻ്റെ ഭവനം വിട്ട് പോകരുത്. അപ്പത്തിൻ്റെ വീട് വിട്ട് പോകരുത്. നിൽക്കാമെങ്കിൽ നിന്നോ കേട്ടോ. അപ്പത്തിൻ്റെ വീട് വിട്ട് പോകരുത്. എങ്കിലും താങ്ക് യു ജീസസ്. അപ്പം എലിമേലെക്ക്, നവോമി, മഹ്ലോൻ, കില്യോൻ ഇവരെങ്ങോട്ട് പോയി? മോവാബിലേക്ക് പോയി. കറക്റ്റ് അല്ലേ? മോവാബിൽ ഇപ്പം എന്നാ ഉണ്ട്? അവരപ്പം മാത്രമേ നോക്കിയുള്ളൂ. അവരെന്ത് ചെയ്തുള്ളൂ? അപ്പം മാത്രമേ നോക്കിയുള്ളൂ. പക്ഷേ അവിടെ മോവാബിൽ അപ്പം മാത്രമല്ല, അപ്പത്തിൻ്റെ കൂടെ അവർ പോലും അറിയാതെ പോയിസനും അകത്തോട്ട് ചെല്ലുന്നുണ്ടായിരുന്നു. ശാപമുള്ള സ്ഥലമാണ് മോവാബ്യർ. മോവാബ്യരുടെ മേൽ കിടക്കുന്ന ശാപം ഏതാണ്? ആരാണ് മോവാബ്യർ? വചനം കേൾക്കാൻ തയ്യാറല്ലേ? ആമേൻ, സ്തോത്രം. വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 36 മുതൽ. ഇങ്ങനെ ലോത്തിന്റെ 2 പുത്രിമാരും ആരാൽ ഗർഭം ധരിച്ചു? അടുത്ത വാക്ക്, മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു, അവന്റെ പേരാണ്. അപ്പൊ ശാപം വന്ന വഴി മനസ്സിലായോ? സ്വന്തം മകൾ ഗർഭം ധരിക്കപ്പെട്ടത് ആര് നിമിത്തം? അപ്പൻ നിമിത്തം. അപ്പനാൽ ഗർഭം ധരിക്കപ്പെട്ട മോവാബ്യർ. ഈ മോവാബ്യർ, ഒന്ന്, ആ ശാപം നിലനിൽക്കുന്നു. 2, ഈ മോവാബ്യർ ഈ സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ ദൈവജനത്തെ ശപിക്കാൻ വേണ്ടി പ്രവാചകനെ കൂലിക്കെടുത്ത് ശപിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്ത രാജ്യമാണ് മോവാബ്യര്. അതുകൊണ്ട് ആവർത്തന പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുക, മോവാബ്യരുടെ 10ാം തലമുറ പോലും എന്ത് ചെയ്യരുത്. 23:3 ആവർത്തനം, ഡ്യൂട്രോണോമി 23:3-6 അവിടെ എഴുതിയിരിക്കുന്നു, ഒരമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ, കേട്ടെ, ഒരമ്മോന്യനോ ഒരു മോവാബിനോ എവിടെ കയറരുത്, ചർച്ചിനകത്ത് വരരുത്. അവൻ മാത്രമല്ല, അവൻ്റെ 10ാം തലമുറ പോലും. അങ്ങനെ കേഴ്സിനകത്ത് കെട്ടപ്പെട്ട് കിടക്കുന്ന മോവാബിൽ ഒരല്പം അപ്പം കണ്ടപ്പം ഇവരെങ്ങോട്ട് പോയി? കാരണം ഞാൻ റീസൺ മനസ്സിലാവുന്നല്ലോ അല്ലേ? ഇപ്പം ഇവരെവിടെ ചെന്നേ? ഒന്നേ കേഴ്സ് കയറി കിടക്കുക, ശാപം പിടിച്ച് കിടക്കുക. 10ാം തലമുറ പോലും എന്ത് ചെയ്യരുത്? ദൈവസഭയിൽ വരരുതെന്നുള്ള നിയമം. ഇത്രയും നിയമങ്ങൾ കടന്നിട്ട് അതിനകത്തൊരല്പം അപ്പത്തിൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ എന്ത് ചെയ്യുന്നു? എനിക്ക് ഒത്തിരി പാട്ടൊക്കെ ഇപ്പം പാടാൻ വേണ്ടി എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ വരുന്നുണ്ട്. എങ്കിലും ഞാൻ ആവർത്തിച്ച് പറയുന്നു, അപ്പമല്ല എൻ്റെ വിഷയം. ചേർന്ന് പറഞ്ഞ അപ്പമല്ല എൻ്റെ വിഷയം, യേശുവാണ് എൻ്റെ വിഷയം. അപ്പമല്ല. നിങ്ങൾ നോക്കിക്കേ, യേശു കർത്താവ് 40 ഡേയും നൈറ്റും ഒരുപോലെ ഫാസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോൾ സാത്താൻ പരീക്ഷിക്കുന്നു. എനിക്കൊന്ന് 2ാമത്തെ പരീക്ഷണം.
രണ്ടാമത്തെ അല്ലേ? രണ്ടാമത്തെ പരീക്ഷണമാണെന്ന് തോന്നുന്നത്. പരീക്ഷണത്തിൽ 3 പരീക്ഷണത്തിൽ ഒരു പരീക്ഷണം ഇതായിരുന്നു. സാത്താൻ ചെന്നിട്ട് യേശുവിനോട് പറയുകയാണ്, നീ 40 ദിവസമായിട്ട് അപ്പം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ നിൻ്റെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് എന്താണ്? വിശപ്പാണ്, ഹംഗ്രിയാണ് നിൻ്റെ ഏറ്റവും വലിയ വികാരം. അതുകൊണ്ട് ഇനി താഴെ പോയി അപ്പം ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും നല്ലത് ഈ കല്ലിനോട് നീ കൽപ്പിച്ചാൽ എന്തായി മാറും? അപ്പമായി മാറും. ട്രൂ അല്ലേ പറഞ്ഞേ? ട്രൂ അല്ലേ പറഞ്ഞേ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു പറഞ്ഞാൽ അപ്പം കല്ലപ്പം ആവോ? 100% ഞാൻ വിശ്വസിക്കുന്നു കല്ലെന്താകും. പക്ഷെ യേശു എന്തിനാ അത് അക്സെപ്റ്റ് ചെയ്തില്ല? അവന് വിശപ്പില്ലാഞ്ഞിട്ടുമല്ല, പക്ഷേ ഓഫർ കൊടുത്തത് ആരാന്നറിയാമോ? പിശാച് അത് പറഞ്ഞത് കൊണ്ടാണ് അവൻ അക്സെപ്റ്റ് ചെയ്യാഞ്ഞ്. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് നല്ല ഓഫർ ആണെങ്കിലും പിശാചാണ് ആ ഓഫർ കൈ നീടുന്നെങ്കിൽ യേശുവിൻ നാമത്തിൽ പറഞ്ഞ് എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട. പിശാച് തരുന്ന ഓഫേഴ്സ് എനിക്ക് വേണ്ട. അത് നല്ലതാണ്, അത് ആ ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡിസിഷനാണ്. എനിക്കറിയത്തില്ല, ഞാനിന്ന് ചർച്ചിനോട് ഇങ്ങനെ പരസ്യമായിട്ട് പറയൂ കേട്ടോ, ഇതൊന്നും എൻ്റെ മെസ്സേജിനകത്തുള്ള കാര്യമല്ല. ഞാൻ ചർച്ചിനോട് ആവർത്തിക്കപ്പെടുന്നു. അന്നേരം യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്രദറെ, അന്നേരം അപ്പം കഴിക്കുക എന്നുള്ളത്. പക്ഷേ അത് പിശാചിൻ്റെ ആലോചനയിൽ വന്നതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ വിശന്നിരുന്നാലും കുഴപ്പമില്ല, നിന്റെ വാക്ക് എനിക്ക് വേണ്ട. ഈ രാത്രികാലം, ഈ പകൽക്കാലം, ഈ അയർലൻഡ് പട്ടണത്തിൽ യേശുവിൻ്റെ വചനത്തെ ഉയർത്തുന്ന ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ഉയർത്തുന്നവന്, ദൈവത്തെ ഉയർത്തുന്നവന് ദൈവം ഉയർത്തിയിരിക്കും. വാതുറന്ന് പറഞ്ഞേ, പിശാചിന്റെ വാക്കിനാലോ പിശാചിന്റെ ക്രിയയാലോ അവന്റെ ഇഷ്ടത്തിനോ ഞാൻ നിന്നു കൊടുക്കത്തില്ല. അങ്ങനെ ആ കുടുംബം വളരെ ഭംഗിയായി എവിടുന്ന് പോന്നു? അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തുനിന്ന് ഇപ്പം എങ്ങോട്ട് പോയി? മോവാബിലേക്ക്. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, ബ്ലസ്ഡ് ആയിരിക്കുന്ന ദേശത്തുനിന്നും കേഴ്സ്ഡ് ആയിരിക്കുന്ന ദേശത്തേക്ക് മൂവ് ചെയ്തു. എന്നാ മൂവിങ് ആയിരുന്നു. ഹലോ, നിങ്ങൾ കേൾക്കുന്നോ? അങ്ങനെ മൂവ് ചെയ്തു, കുഴപ്പമില്ല. അവിടെ തന്നെ അവൻ്റെ ആൺപിള്ളേർക്ക് 2 പെൺപിള്ളേരെയും കിട്ടി. മൂത്തവൻ്റെ ഭാര്യ ഓർപ്പ, രണ്ടാമത്തെ ഭാര്യ ചോർപ്പയല്ല. ചോർപ്പയെന്ന് കേട്ടിട്ടുണ്ടോ? ചോർപ്പ ആരാണ് ചോർപ്പയെന്ന് കേട്ടിരിക്കുന്നത്? ചോർപ്പയെന്ന് കേട്ടിട്ടുണ്ട്? ചോർപ്പ എന്നുള്ള വേർഡ് മലയാളത്തിൽ ഭയങ്കര ട്രഡീഷണലായ വാക്കാണ് ചോർപ്പ. അരിപ്പയല്ല. ഈ പണ്ട് മണ്ണെണ്ണ, ഇപ്പോഴും ഉണ്ട്, മണ്ണെണ്ണയൊക്കെ ഒഴിക്കാൻ വേണ്ടി ഫാണല്ലേ, അതിന് പറയുന്ന പേരാണ് ഓർപ്പയല്ല, ചോർപ്പ. താങ്ക് യു ലോർഡ്, താങ്ക് യു. വളരെ ശ്രദ്ധിക്കുന്നു. സ്തോത്രം. ഓർപ്പ രൂത്ത് കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് എനിക്ക് ശാപം കയറി വരുന്നുണ്ടോ? ആണുങ്ങൾ ഓരോരുത്തർ ഇറങ്ങാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ ആണുങ്ങൾ ഓരോരുത്തർ ഇറങ്ങാൻ തുടങ്ങി. അപ്പൻ മരിച്ചു. ശവപ്പട്ടകൾ ഇങ്ങനെ വന്ന് കയറുക. അപ്പൻ മരിച്ചു. മൂത്ത മകൻ മരിച്ചു. രണ്ടാമത്തെ മകൻ മരിച്ചു. ഇപ്പോൾ ആ വീട്ടിൽ ആരേ ഉള്ളൂ? 3 പെണ്ണുങ്ങൾ മാത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ ആ വാക്ക് ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് പകൽ ചിലതിനെയൊക്കെ നമ്മൾ കേഴ്സിനെ ചിലതിനെ ബ്രേക്ക് ചെയ്യാൻ പോയി. പകൽ ഹാർവസ്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനം, ഹാർവസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് നിൻ്റെ വീട്ടിനകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന മരണത്തെ ഇന്ന് പകൽ നമ്മൾ, ഹാർവസ്റ്റ് എന്ന് പറയുന്നത് ഫെസ്റ്റിവലാണ്, അതൊരു ഉത്സവമാണ്. നിൻ്റെ ഉത്സവത്തെ, നിൻ്റെ ആനന്ദത്തെ യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ആ വാക്ക് പറഞ്ഞ് ചിലതിനെ ബ്രേക്ക് ചെയ്യാൻ കർത്താവ് പറയുന്നു. നിൻ്റെ ആനന്ദത്തെ കണ്ണീരാക്കി മാറ്റുന്ന, നിൻ്റെ സന്തോഷത്തെ കണ്ണീരാക്കി മാറ്റുന്ന, നിൻ്റെ ഉത്സവത്തെ നിരാശയാക്കി മാറ്റുന്ന, നിൻ്റെ ആനന്ദ വസ്ത്രത്തെ മാറ്റി രട്ടിനി ഉടുപ്പിക്കുന്ന പിശാചിൻ്റെ എല്ലാവിധമായ തന്ത്രങ്ങളോടും ഞങ്ങളിപ്പോൾ ഈ 2026 ആത്മാവിൽ പ്രവചിക്കും. ആത്മാവിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, അത് ഭവനം വിട്ട് മാറിപ്പോകുക. സകല കേഴ്സുകളും ഇന്ന് പകൽ അതിനെ പറയാമെങ്കിൽ പറഞ്ഞു. നിന്റെ വീട്ടിനകത്തുനിന്ന് 2026 രോഗങ്ങൾ മാറി നിൽക്കട്ടെ. മരണത്തെ കൊണ്ടുവരുന്ന രോഗങ്ങൾ മാറി നിൽക്കട്ടെ. എല്ലാ കേഴ്സുകളും വൈദഭ്രമന വീട്ടിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നൊന്നായി വീട്ടിനകത്ത് രോഗങ്ങൾ കൊണ്ടുവരുമ്പോൾ നീ ക്ലൈമറ്റിനെ കയറി പിടിക്കരുത്.
നീ ആരാമേ ക്ലൈമറ്റിനെ കയറി പിടിക്കരുത്, നീ സാഹചര്യങ്ങളെ പിടിക്കരുത്. അത് അപ്പനുണ്ടെന്നും പറഞ്ഞ് പള്ളി പറഞ്ഞു പോകരുത്. യേശുവിന്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുന്നു. ഓ ജീസസ്, ആമേൻ. ഒന്നിനു പുറകെ ഒന്നൊന്നായി ആ വീട്ടിൽ നിന്ന് ആമേൻ തല ആണുങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആണുങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരല്പനേരത്തെ അപ്പത്തിന് വേണ്ടി ഇറങ്ങിപ്പോയ പോക്കാസോ സിസ്റ്ററെ. ഞാൻ ഈ പറയുന്ന വാക്ക് കേട്ടോ. അനുഗ്രഹിക്കപ്പെട്ട പട്ടണത്തിനകത്തുനിന്ന്, അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കകത്തുനിന്ന് ഒരല്പ അപ്പത്തിന്റെ പേരിൽ ഇറങ്ങിപ്പോയ പോക്ക. ഇപ്പൊ ആ പോക്ക് എവിടെ ചെന്ന് അവസാനിച്ചു? അപ്പം കിട്ടി, വീട് അനാഥത്വമായിരുന്നു. ഇന്ന് പകൽ ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിക്കേ. രഞ്ജു ബ്രദറെ കരങ്ങളൊക്കെ ഉയർത്തിക്കേ. സഹോദരന്മാരെ കരങ്ങളൊന്ന് ഉയർത്തിക്കേ. സഹോദരിമാരെ കരങ്ങൾ ഉയർത്തി പറ, എൻ്റെ വീട്ടിനകത്ത് ഈ 2026 ആനന്ദഘോഷം ഉയരും. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും വീട്ടിനകത്തല്ല, എൻ്റെ വീട്ടിനകത്തുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ വാ തുറന്നതിന് ആമേൻ പറ. പിശാച് കൊണ്ടുവരുന്ന എല്ലാ നെഗറ്റീവ് സാധനങ്ങളെയോ, പിശാച് കൊണ്ടുവരുന്ന എല്ലാ നിരാശകളും യേശുവിൻ നാമത്തിൽ പൊളിയട്ടെ. Shakatama lava rabasiantara reketemia shail pramania siantara. Hallelujah. Amen. 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 എഴുന്നേറ്റേ പാപങ്ങൾ പോക്കവേ. ആ പാട്ടൊന്ന് പാടിക്കേ. യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ കുറച്ച് നേരമായിട്ട് ഇവളോട് പറഞ്ഞുകൊണ്ടിരിക്കുക പാട്ട് പാടണമെന്ന്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നമ്മൾ നിൽക്കുന്നത് ദൈവരാജ്യത്തിനകത്താണ്. ചേർന്ന് പറഞ്ഞ ദൈവരാജ്യത്തിനകത്ത് ശാപം ഏക്കത്തില്ല. നിന്റെ പാസ്റ്റർ നിന്നെ ശപിച്ചാലും, നിന്റെ ഭാര്യ നിന്നോട് എതിർ പറഞ്ഞാലും, നിന്റെ തലമുറ ആമേൻ ലോകം നിന്നെ ശപിച്ചാലും അതൊന്നും നിന്റെ തലയെ കയറത്തില്ല. ഇത് പുതിയ ജനറേഷനാണ്, ഇത് ജീസസ് ജനറേഷനാണ്, ഇത് ക്രൈസ്റ്റ് ബ്രീഡാണ്, ഇത് ക്രൈസ്റ്റ് ജനറേഷനാണ്. ഇതൊന്നും ഏക്കത്തില്ല. താങ്ക് യു ജീസസ്. നോക്കിക്കേ, ഒരല്പ അപ്പത്തിന് പോയ വീട്. ഇപ്പൊ ആ വീട്ടിൽ ആരേ ഉള്ളൂ? 3 സഹോദരിമാർ, ഒരമ്മയും 2 മരുമക്കളും. ഞാൻ വേഗത്തിൽ പറയാം, എന്റെ വിഷയം അതല്ല. എനിക്ക് ആ 1-ന്റെ അവസാനം തൊട്ട് 2-ാം അധ്യായം എനിക്ക് പ്രസംഗിക്കട്ടെ. അങ്ങനെ അമ്മാവിയമ്മ കേട്ടു, തിരികെ ചെന്നാൽ ദേശത്തെ ക്ഷാമമൊക്കെ മാറി. അവർ തിരികെ പോകാൻ ഒരുങ്ങുന്നു. ഈ യഹൂദന്മാരുടെ ഇടയിൽ ഭയങ്കരമായ നിയമങ്ങളുണ്ട്. പറഞ്ഞ കർത്താവ് ചില നിയമത്തിനനുസരിച്ച് ചിലത് ചെയ്യുമെന്ന് പറഞ്ഞേ. യഹൂദന്മാരുടെ ഇടയിൽ നിയമങ്ങളുണ്ട്. നവോമി പറയുകയാണ്, ഇപ്പോ യഹൂദന്മാരുടെ ഒരു നിയമമാണ്, ജ്യേഷ്ഠൻ അവർക്ക് മക്കളില്ലാതെ മരിച്ചുപോയാൽ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് എന്ത് ചെയ്യണമെന്നറിയാമോ? അനുജൻ ജ്യേഷ്ഠത്തെ വിവാഹം കഴിച്ച് അവരിൽ മക്കളുണ്ടാകണം. യഹൂദന്മാരുടെ നിയമമാണ്. പക്ഷെ ഇവിടെ ആ മക്കളെ ഇല്ല. നവോമി പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ വിവാഹം കഴിക്കുമോ? നീ കഴിച്ചെനിക്കൊരു കുഞ്ഞുണ്ടാകുമോ? ഉണ്ടായി അവർക്ക് വിവാഹപ്രായമാകുന്നിടം വരെ നിങ്ങൾ നിൽക്കുമോ? നിങ്ങൾ അങ്ങനെ സമ്മതിക്കുമോ? നിയമത്തെ പോലും കാറ്റിപ്പറപ്പിച്ചിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് പോകുക. അങ്ങനെ നേരത്തെ പറഞ്ഞ ഓർപ്പ അമ്മാവിയമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പോയി. പക്ഷെ രൂത്ത് എന്ത് ചെയ്തു? ചേർന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞേ. ചേർന്ന് നിൽക്കുക. ഒറ്റയ്ക്ക് അമ്മായിമ്മ ഒറ്റയ്ക്കാണെങ്കിലും ചേർന്ന് നിൽക്കുക. ഇപ്പം നീ നിൽക്കുന്ന ചർച്ച ഒറ്റയ്ക്കാണെങ്കിലും ചേർന്ന് നിൽക്കുക. അമേൻ. ഈ ഓർത്ത് കാണും, എടാ എൻ്റെ സമൂഹവും എൻ്റെ ചുറ്റുപാടൊക്കെ ഒത്തിരി പേര് അവിടെ നിൽപ്പുണ്ട്, എനിക്ക് അവരുടെ കൂടെ പോയി നിന്നാൽ പോരെ. പക്ഷേ കർത്താവ് പറയുന്നു ചേർന്ന് നിൽക്കാൻ പറയുന്നു. ആവർത്തിച്ച് പറയുന്നു ചേർന്ന് നിൽക്കുക. ചേർന്ന് നിന്നു. അങ്ങനെ അവര് ബേത്ലഹേമിലേക്ക് പോകുന്നു. വായിച്ചേ 22-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി പ്ലീസ്. 22. ഇങ്ങനെ നവോമിയും രൂത്തും മോവാബ് ദേശത്ത് വന്നു. അന്നേരം
മോവാബല്ല, ബേദലഹേമിൽ വന്നു. അന്നേരം ബേദലഹേമിൽ എന്ത് സംഭവിക്കാന്നറിയാമോ? എവക്കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഫെസ്റ്റിവൽ നടക്കുക, ആനന്ദത്തിൻ്റെ ഫെസ്റ്റിവൽ. കൊയ്ത്ത് എന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെ ഫെസ്റ്റിവലാണ്. യവക്കൊയ്ത്തിൻ്റെ ആരംഭം. ഞാൻ പറയുന്നു, കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ വന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. കൊയ്ത്തിൻ്റെ ആരംഭം, യവക്കൊയ്ത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞു, യവക്കൊയ്ത്തിൻ്റെ ചേർന്ന് ആവർത്തിച്ച് പറഞ്ഞു, യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ. ഇപ്പോൾ നമ്മൾ സീസണകത്ത് കയറി നിൽക്കുകയാണ്. ഹാർവസ്റ്റിൻ്റെ സീസണകത്ത് നമ്മൾ നിൽക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഹാർവസ്റ്റിൻ്റെ സീസണകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒന്നുമില്ലെങ്കിലും നീ സീറോയാണെങ്കിലും ശൂന്യമാണെങ്കിലും, നിന്റെ കുടുംബത്തിനകത്ത് ഒന്നുമില്ലെങ്കിലും, നിന്റെ കൂടെ ദാരിദ്ര്യമുള്ളവരാണെങ്കിലും, നിന്റെ കൂടെ വിധവമാര് മാത്രമാണെങ്കിൽ പോലും കൊയ്ത്തിനകത്ത് കയറിയാൽ നിന്റെ ഭവനം ഫ്ലറിഷ് ആകും. നിങ്ങൾക്ക് അതിനെ പിടിച്ച് ആമേൻ പറയാൻ പറ്റുമെങ്കിൽ പറ. ഇതൊരു പാസ്റ്റർ പറയുന്ന വേർഡല്ല. നീ ഹാർവസ്റ്റിനോട് കൂടെ നിന്നാൽ നീ വിധവയാണെ പോലും നീ ഫ്ലറിഷ് ആകും. ഇവര് വന്നത് എപ്പോഴാണ് പറഞ്ഞ? കൊയ്ത്തിന്റെ ആരംഭത്തിൽ. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇപ്പോൾ നീ കണക്റ്റ് ആയി നിൽക്കുന്നത് സീസണകത്താണ്. അതിനെ തിരിച്ചറിയുക. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സീസണിന്റെ പേര് പറഞ്ഞേ. ആമേൻ. ഹാർവസ്റ്റിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ഹാർവസ്റ്റിൻ്റെ അകത്ത് നീ ഏതില്ലായ്മ പറഞ്ഞു വന്നാലും അതിനകത്ത് അത് നികന്നു വരും. ഇപ്പൊ ആ വീടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഈ നവോമിയുടെയും രൂത്തിന്റെയും വീട്ടിനകത്ത് എന്തൊക്കെയാ ഇല്ലായ്മ? ഉള്ളതല്ല ഇല്ലാത്തത്. ഒരു സാധനം എന്തില്ല, മൊത്തം ഇല്ലായ്മയല്ലേ. 2 പേർക്കും ഭർത്താക്കന്മാരില്ല, 2 പേർക്കും ഫിനാൻസ് ഇല്ല, 2 പേരും ഭയങ്കര ബുദ്ധിമുട്ട്, 2 പേരും എല്ലാവരും ഒറ്റപ്പെട്ടു. എന്തെങ്കിലും അവർക്ക് എടുത്തു പറയാനുണ്ടോ? കുറെ ഇല്ലായ്മകളെ അവർക്ക് എന്ത് ചെയ്യാനുള്ളൂ. പക്ഷെ അവർ വന്ന് കയറിയ സമയം, ഞാൻ അതാ പ്രസംഗിക്കാൻ പോണേ. അവർ വന്ന് കയറിയ സമയം ഹാർവസ്റ്റിൻ്റെ ടൈം ആയിരുന്നു. അത് അവരുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്തു. ഇന്ന് പകലിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, 2026 ഈ ചർച്ചിനോട് കണക്റ്റായി നീ നിൽക്കാൻ ഏറ്റെടുത്ത തീരുമാനം എന്ന് പറയുന്നത് നിന്റെ വീടിനെ തിരിക്കുന്നതാണ്, നിന്റെ ഫ്യൂച്ചറിനെ തിരിക്കുന്നതാണ്. ആമേൻ പറയാമെങ്കിൽ പറഞ്ഞു. ഇത് ഹാർവസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ 2026 നീ കാണാൻ പോകുന്നത് ഇതുവരെ കാണാത്ത സീസൺ. ഹല്ലേലൂയ. ഞാൻ ടിജോ പാസ്റ്ററിനെ ഒരു വാക്കുകൾ കടമെടുത്തിട്ട് ഞാൻ പറയാം. അദ്ദേഹം പ്രസംഗിച്ച് ഒരു പോയിന്റ് ഞാൻ കടമെടുത്ത് ഞാൻ പറയാം. യഹൂദന്മാരുടെ ഇടയിൽ അവർ ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട 5 പെരുന്നാളുകളുണ്ട്. പറഞ്ഞ 5 ഫെസ്റ്റിവൽ, 5 പെരുന്നാളുകൾ. 5 പെരുന്നാളുകളുണ്ട് അവർക്ക്. ഒന്നാമത്തെ പെരുന്നാൾ പെസഹ പെരുന്നാൾ, ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് ഷാവോത്ത് എന്നാണ് പറയുന്നത് എബ്രായ ഭാഷയിൽ, അതായത് പെൻഡക്കോസ്റ്റൽ പെരുന്നാൾ. മൂന്നാമത്തേത് ടിസാവേ എന്നാണ് പറയുന്നത്, ടിസാവേ. അതായത് പേര് പെരുന്നാളാണെങ്കിലും അത് കണ്ണുനീരിൻ്റെ പെരുന്നാളെന്ന് അറിയപ്പെടുന്നത്, നഷ്ടങ്ങളെയൊക്കെ ഓർത്ത് വിലപിക്കാനുള്ള സമയം. നാലാമത്തേത് സൂക്കോത്ത്, കൂടാര പെരുന്നാൾ. അഞ്ചാമത്തേത് പുരീം. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട, ഒത്തിരി പെരുന്നാളുകളുണ്ട്, 5 പ്രധാനപ്പെട്ട പെരുന്നാളുകൾ. ഈ 5 പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ നിങ്ങൾ കേട്ടെ, നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കളി കണ്ടുകൊണ്ടിരിക്കരുത്. 5 പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ, ഈ പെരുന്നാളുകളിൽ 5 വ്യത്യസ്തമായ ബൈബിളിലെ ന്യായപ്രമാണത്തിലെ ബുക്കുകളാണ് വായിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. പെസഹ പെരുന്നാളിന്, അതായത് പാസ് ഓവറിന് വായിക്കുന്ന പുസ്തകം സോങ് ഓഫ് സോങ്, ഉത്തമഗീതങ്ങളുടെ പുസ്തകം വായിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞല്ലോ, ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ടിസാവേ എന്ന് പറയുന്ന പെരുന്നാളിന് വായിക്കുന്നത് ലെമൻറ്റേഷൻസ്, വിലാപങ്ങളുടെ ബുക്കാണ് വായിക്കുന്നത്. കൂടാര പെരുന്നാളിന് വായിക്കുന്നത് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം വായിക്കുന്നത്. കൂടാര പെരുന്നാളിന് വായിക്കുന്നത് സഭാപ്രസംഗങ്ങളുടെ പുസ്തകമാണ്. പുരീം എന്ന് പറയുന്ന ആ പെരുന്നാളിന് വായിക്കുന്നത് എസ്തേറിൻ്റെ പുസ്തകമാണ്. എന്നാൽ
പെന്തക്കോസ്തൽ പെരുന്നാൾ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് കൊയ്ത്തു പെരുന്നാൾ, വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടക്കുന്ന പെരുന്നാൾ. അതിന് വായിക്കുന്ന പുസ്തകമാണ് രൂത്ത്. എപ്പം വായിക്കുന്നതെന്നറിയാമോ? ശാവോത്ത് എന്ന് പറയുന്ന പെന്തക്കോസ്തൽ പെരുന്നാളിൽ വായിക്കുന്ന പുസ്തകമാണ്. ഞാനിതൊന്നും അറിയാതെയാ കർത്താവ് എനിക്ക് 2025 ഒക്ടോബറിൽ നീ ചർച്ചിനോട് പ്രസംഗിക്കണം, ഈ വർഷം ആ ഹാർവസ്റ്റാന്ന്. പക്ഷേ 2025 മുതൽ 25 ഡിസംബറിൽ ദേവദാസൻ ഇവിടെ വന്നിട്ട് റേസൻ പാഷ ഇവിടെ വന്നിട്ട് പറഞ്ഞു, വീണ്ടും പെന്തക്കോസ്. ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാ അഭിഷക്തന്മാരും പെന്തക്കോസിനെ പറ്റി അങ്ങ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഹാർവസ്റ്റും പെന്തക്കോസും കണക്റ്റഡ് ആണ്. പെന്തക്കോസ് പെരുന്നാളിന് പറയുന്ന മറ്റൊരു പേരാണ് ഈ കൊയ്ത്തുത്സവം. നിങ്ങളൊരല്പം ചരിത്രം കേട്ടേ പറ്റത്തുള്ളൂ, കാരണം നമ്മൾ ഈ വർഷം ഇതിനകത്ത് ചിലത് കൊയ്തെടുക്കും. അപ്പൊ രൂത്തിന്റെ പുസ്തകമാണ് ഹാർവസ്റ്റിനകത്ത് വായിക്കുന്നത്. ഈ ശാവോത്ത് എന്ന് പറയുന്ന പെരുന്നാളിന്, പെന്തക്കോസ്തൽ പെരുന്നാളിന്, ഹാർവസ്റ്റിന്റെ പെരുന്നാളിന് വായിക്കുന്ന പുസ്തകം ഏതാണ്? രൂത്തിന്റെ പുസ്തകം. നമ്മൾ വായിച്ചെടുത്ത് ഇപ്പോൾ പറയാൻ പോകുന്ന വാക്ക്, അവർ മടങ്ങി വന്നപ്പോൾ അവിടെ എന്ത് നടക്കുക എന്നറിയാമോ? യവക്കൊയ്ത്തിന്റെ സീസണാണ്. പെന്തക്കോസ്തൽ പെരുന്നാളിന്റെ സീസൺ നടക്കുകയാണ്. ഞാൻ പറയുന്നു, ഒന്നുമില്ലെങ്കിലും സീസണകത്ത് നീ കേറിയാൽ നീ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. എനിക്ക് രണ്ടാം അധ്യായത്തിലേക്ക് നോക്കി. എനിക്ക് രണ്ടാം അധ്യായത്തിലെ 1-2 വാക്കുകൾ വേഗത്തിൽ, ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. വേഗത്തിൽ അവസാനിപ്പിക്കണം, കർത്തൃമേശയുണ്ട്. ഇവർ രണ്ടുപേരും പട്ടണത്തിൽ വന്നു. പട്ടണത്തിൽ വന്നപ്പോൾ പഴയ സുഹൃത്തുക്കളെല്ലാം എന്ത് ചെയ്തു? കാണാൻ വന്നു. പഴയ സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞു, എന്നെ പേര് വിളിച്ചാൽ മതി. നിങ്ങൾ കേട്ടില്ലേ? എന്നെ ഇനി മാറാ എന്ന്. കയ്പയുള്ളൂ ലൈഫിനകത്ത്. യേശുവിൻ്റെ നാമത്തിൽ കയ്പ് മാത്രം അനുഭവിക്കുന്ന കുടുംബം. പക്ഷേ 2-ാം അധ്യായത്തിൽ ജീവിക്കാൻ വകയില്ലാതെ വന്നപ്പം ഈ മോള് പറഞ്ഞു, രൂത്ത് പറഞ്ഞു, ഞാൻ എവിടെ പോകാം? ഇപ്പൊ കൊയ്ത്ത് നടക്കുന്ന സീസൺ അല്ലേ, ഹാർവസ്റ്റിനകത്ത് ഞാൻ കയറാം. എനിക്ക് കൊയ്യാൻ അറിയത്തില്ല, പക്ഷേ കൊയ്യുന്നവരുടെ പുറകെ നടന്ന് അവരുടെ കയ്യിൽ നിന്നും വീട് പോകാൻ സാധ്യതയുള്ള കതിരുകളെ ഞാൻ പെറുക്കിയെടുക്കാം. അങ്ങനെയും പാവപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നു. കൊയ്ത്തറിയത്തില്ല, വീണ് കിടക്കുന്നതിനെ പെറുക്കാൻ അവൾ ഇറങ്ങി. മനസ്സിലായോ? പെറുക്കുക എന്ന് പറഞ്ഞേ, പെറുക്കുക. കൊയ്യാൻ അറിയാത്തവരെന്താ പരിപാടി? ഞാൻ പറഞ്ഞു, കൊയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും അതിൻ്റെ കൂട്ടത്തിനകത്ത് കയറുന്ന നീ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ഈ ദൂത് പിടികിട്ടുന്നില്ല. കൊയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും കൂട്ടത്തിൽ കയറി നിന്നാൽ താഴെ വീഴുന്നത് മതി നീ രക്ഷപ്പെടാൻ. എന്റെ കൂടെ ഇല്ല. അങ്ങനെ ഇവള് ചെന്ന് കേറിയത് അവിടെ ഒരു ബോവസ് എന്ന് പറയുന്ന ഒരാളെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, അതുകൊണ്ടാണ് ഞാൻ പക്ഷേ അതിനകത്തൊരു ദൂത പറയാൻ പോകുന്നത്. അപ്പോൾ ഇവൾ വന്നപ്പോഴേ തന്നെത്താനെ കയറി നമ്മുടെ ഇവിടുത്തെ ഇൻ്റർവ്യൂ പോലെ പേഴ്സണലി ഒന്ന് പരിചയപ്പെടുത്തി. ഞാൻ എൻ്റെ അമ്മായിയമ്മയാണ് നവോമി, ഇവിടുന്ന് ഞങ്ങൾ പോയതാണ്. ഇപ്പം ഞങ്ങൾ ഒന്നുമില്ലാത്തവരായിട്ട് തിരിച്ചു വന്നതാണ്. ജീവിക്കാൻ വകയൊന്നുമില്ല, കൊയ്യാൻ അറിയത്തില്ല, ഞങ്ങൾ എന്ത് ചെയ്തോട്ടെ? പെറുക്കിക്കോട്ടെ. കൊയ്യാൻ അറിയത്തില്ല, പെറുക്കിക്കോട്ടെ. അവർ പെറുക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, സീനിയർ പെറുക്കികളുടെ ഇടയ്ക്ക് ഒരു ജൂനിയർ പെറുക്കി. മനസ്സിലായോ? നിങ്ങൾക്ക് ആ വേടൊക്കെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. സീനിയറും ജൂനിയറൊക്കെ പറഞ്ഞാൽ ജൂനിയേഴ്സിന് സീനിയേഴ്സ് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? സിസ്റ്റർ ആദ്യം വന്നപ്പം എല്ലാവരും നല്ല ഇപ്പം ഓക്കെ ആയി കാണും. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാൻ വേണ്ടി വന്ന് എന്തെങ്കിലും സെറ്റായിട്ടുണ്ടോ? ബിയൂലെ 2016 വന്നപ്പം എല്ലാ ദിവസവും ജോബിയെ വിളിച്ച് കരച്ചില്ല. ജോബി പറയുമ്പോൾ കുറേ കഴിയുമ്പം ജോബി ഫോൺ കട്ട് ചെയ്യും. പിന്നെ വിളിക്കുന്ന കൂടി എന്നെ വിളിക്കുന്നത്. എൻ്റെ കർത്താവേ, ഞാൻ സ്വപ്നയുടെ കരച്ചിൽ കേൾക്കണം, ബിയൂലയുടെയും കരച്ചിൽ കേൾക്കണം. എന്നും കരച്ചില്ല. കാരണം ജൂനിയർ ആയിരുന്നു. ജൂനിയർമാർക്ക് എന്നെ അറിയത്തുള്ളൂ,
ഇപ്പോഴും ചിരിക്കാതിരിക്കുക. പറഞ്ഞേ, ജൂനിയർക്ക് എന്നെ അറിയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം സ്റ്റെഫി പറഞ്ഞു, ആദ്യമൊക്കെ വന്നപ്പം കരയാനേ എനിക്ക് അറിയത്തുള്ളൂ, ഇപ്പം നല്ല സ്ട്രോങ് ആന്ന് പറഞ്ഞു. ഇപ്പം ജൂനിയർ ആൾക്കാർക്ക് എവിടെയാ? ഇവിടുത്തെ മരുമക്കളായിരിക്കുന്നോട് ഞാൻ സ്റ്റെഫിയോട് ഇത് പറയാം. ആ പോകുന്നു സ്റ്റെഫിയോട്. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ആമേ. ഈ പുത്തനച്ചി പരപ്പുറം ഒറ്റക്കാലേ നിന്ന് പണി, ഒറ്റക്കാലേ നിന്ന് ഇങ്ങനെ നിന്ന് രണ്ട് കാലും കൂടെ നിലത്ത് കുത്തത്തില്ല. കാരണം അമ്മായിയമ്മയെന്നൊന്നും അല്ല കേട്ടോ, അപ്പനെ എങ്ങനെ ഇമ്പ്രസ് ചെയ്യാവോ, നാത്തൂന് എങ്ങനെ ഇമ്പ്രസ് ചെയ്യാവോ, ഇങ്ങനെ ഒറ്റക്കാലേ നിന്ന് ഇങ്ങനെ നിൽക്കുക. ഹല്ലേലൂയ. മീൻകറി വെക്കാത്തോളം വെച്ച് പഠിക്കും. ഈ ജൂനിയർ ആൾക്കാർക്ക് എപ്പോഴും എന്താണെന്നറിയാമോ? പറഞ്ഞ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും വഴക്ക്, വേണ്ട രീതിയിൽ അവരെ പഠിപ്പിക്കത്തില്ല, വേണ്ട രീതിയിൽ അവരെ അങ്ങനെയല്ല 10-15 വർഷമായില്ല ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. അങ്ങനെയല്ലേ ആമേ സിസ്റ്ററെ? ജൂനിയേഴ്സിൻ്റെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഇവളാരാണ്? ജൂനിയറാ. ഞാനിങ്ങനെ വിശ്വസിക്കുക, ഇവളിങ്ങനെ ഇത് ഞാൻ പറയാനൊരു കാര്യമുണ്ട്. ഇതിനകത്ത് 2 വേർഡ് പറഞ്ഞിട്ടുണ്ട്. 10ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അല്ലല്ല, ഞാൻ പറയാവേ. ഹല്ലേലൂയ. അവരെ നിന്നെ വഴക്ക് പറയരുതെന്നൊക്കെ പറയുന്നൊരു വാക്കുണ്ട്. 9-ലാണോ? 9-ലും ഉണ്ട്, 15-ലും ഉണ്ട്. 9ാം വാക്യത്തിൽ പറയുന്നു, തൊടരുത്, ഉപദ്രവമുണ്ട്. 15ാം വാക്യത്തിൽ അത് അങ്ങനെ ക്ലിയർ ആയിട്ട് പറയുക, അവളെ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. അപ്പൊ ഈ വയലിനകത്ത് എന്നൊക്കെ ഉണ്ട്? ഹാർവസ്റ്റ് മാത്രമല്ല ഉള്ള സീനിയോറിറ്റി ഉണ്ട്. ആമേ. CNM-ഉം ANM-ഉം, എനിക്ക് നിങ്ങളുടെ പൊസിഷൻ ഒന്നും അറിയത്തില്ല. CNM-ഉം അഡോണും ഡോണും അല്ലേ, തൊടും, ഉപദ്രവമുണ്ട്. കൊയ്ത്ത് മാത്രമല്ല ഉപദ്രവമുണ്ട്. പക്ഷേ ഇവൾ അങ്ങോട്ട് ഫസ്റ്റ് ഡേ തന്നെ ഫേവർ അടിച്ചു. കാരണം ഇവൾ വന്ന് നിൽക്കുന്നത് ഹാർവസ്റ്റിനകത്താണ്. യേശുവിൻ്റെ നാമത്തെ ഞാൻ പറയുന്നു, നിന്റെ സാധ്യതകളൊന്നുമില്ലെങ്കിലും ആദ്യ ദിവസം തന്നെ നീ ഫേവറിനകത്ത് വീഴും. കാരണം നീ നിൽക്കുന്നത് ഒരു ഹാർവസ്റ്റിനകത്താണ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ജൂനിയറാ, പെറുക്കാൻ പോലും നല്ലവണ്ണം അറിയത്തില്ല, പെറുക്കികൾ പോലും എതിരാണ്. ആമേൻ. മേലാൾ, അങ്ങനെയുള്ള കുറേ വേർഡുകൾ എഴുതിയിട്ടുണ്ട്. മേലാൾ ആൾക്കാർ ഉപദ്രവിക്കുന്നു. പക്ഷെ ഇവളെ കണ്ടപ്പം അതിൻ്റെ ഉടമസ്ഥനായ ബോവസിന് അവളോട് ഭയങ്കര അസാധാരണമായ ദയ തോന്നി. ഞാൻ പറയുന്നു, ഈ സീസണിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? നീ എവിടെ കൈവച്ചാലും ദൈവത്തിൻ്റെ ഫേവർ വീഴും. അത് നിനക്കൊരു കൊയ്ത്തായി മാറിയിരിക്കും. നീ എവിടെ കൈവച്ചാലും ദൈവത്തിൻ്റെ ഒരു ഫേവർ വീഴും. നീ ബിസിനസ്സിൽ കൈവച്ചാൽ, നീ ജോലിയിൽ കൈവച്ചാൽ, നീ ആഗ്രഹിച്ചാൽ, നീ ചിന്തിച്ചാൽ അതിനകത്തൊക്കെ ഒരു ഫേവർ. ആമേൻ, ആമേൻ. ഫേവർ എന്നൊന്നും പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ഈ 16ാമത്തെ വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 16ാമത്തെ വാക്യം അവ പറയാണ്, അവളെ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്, പെറുക്കേണ്ടതിന്. അല്ല, അർത്ഥം മനസ്സിലായോ? ഹലോ, ഇനി എന്നെ കേട്ടെ ഒരു മിനിറ്റ്. ഈ ഒരു സാധനം മനസ്സിൽ, ഈ ഒരൊറ്റ വാക്യം ഞാൻ പറഞ്ഞ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഇവൾ എന്തിനാ ഇറങ്ങിയ? വയലിൽ ഇറങ്ങിയേ പെറുക്കാൻ. എങ്ങനെയാ പെറുക്കുന്നേ? കൊയ്ത്ത് നല്ലവണ്ണം കൊയ്യാൻ അറിയാവുന്നവരുടെ കയ്യിൽ നിന്ന് പോകത്തില്ല, താഴെ പോകത്തില്ല. എങ്ങാനും പോയാൽ നോക്കി നിന്നിട്ട് എന്ത് ചെയ്യണം? പെറുക്കിയെടുക്കണം. ഇവിടെ പെറുക്കും ഭാവവും കണ്ടപ്പം ബോവസിന് മനസ്സിലായി ഇവിടെ വീട്ടിലെ പട്ടിണി മാറത്തില്ല. യേശുവിൻ്റെ നാമത്തെ ഞാൻ പറയുന്നു, ഈ പോക്ക് പോയ പട്ടിണി മാറത്തില്ലെന്ന് തമ്പുരാൻ അറിയാം, ബോവസിനറിയാം. അതുകൊണ്ട് ബോവസ് കൊയ്യുന്നവരോടൊരു ദൂത്, കൊയ്യുന്നവരോട് നിനക്ക് വേണ്ടി കമാൻഡ്, എനിക്കറിയത്തില്ല, ഞാൻ ആ വേർഡ് പ്രൊഫസ് ചെയ്യട്ടെ. ദൈവം നിനക്ക് വേണ്ടി ചിലരോട് ആജ്ഞാപിക്കാൻ പോകുന്നു. ദൈവം നിനക്ക് വേണ്ടി ചിലരോട് കൽപ്പിക്കാൻ പോകുന്നു. ദൈവം നിനക്ക് വേണ്ടി ചിലരോട് ഇടപെടാൻ പോകുന്നു.
വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറയുക. ഹാർവസ്റ്റിനകത്ത് നീ നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി ചിലതിനോട് സംസാരിക്കാൻ പോകുന്നു. നിനക്ക് സംസാരിക്കാൻ പറ്റാത്തവരോട് ദൈവം നിനക്ക് വേണ്ടി ഇടപെടുമെന്ന് ഞാനത് നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രവചിക്കുന്നു. ചിലവരോട് ദൈവം ആമേൻ സംസാരിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുക. 2026 നേരത്തെ പാടിയില്ലേ, കഴിവല്ല നിൻ കൃപയാണ്. ഞാൻ നിങ്ങളെ നോക്കിയത് പ്രവചിക്കുന്നു ബ്രദറെ, സിസ്റ്ററെ, ഞാനത് പ്രവചിക്കുന്നു. നിനക്ക് വേണ്ടി ദൈവം നിന്റെ മേലാളന്മാരോട് അതങ്ങനെ തന്നെ പ്രവചിക്കുന്നു. നിന്റെ സുപ്പീരിയർ ഓഫീസർമാരോട്, നിന്റെ അധികാരികളോട് എൻ്റെ ദൈവം സംസാരിക്കാൻ പോകുന്നു. എൻ്റെ ദൈവം സംസാരിക്കാൻ പോകുന്നു. അതിനാമേൻ പറയാൻ പറ്റുമെങ്കിൽ ചില മിനിറ്റുകൾ അന്യഭാഷയിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചൊന്ന് ആമേൻ പറഞ്ഞാട്ടെ. ദൈവം നിനക്ക് വേണ്ടി ചിലതിനോട് ചില ഓഫീസുകൾ നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നു. ചിലയിടത്ത് നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ നിന്റെ വാക്കല്ല, നിന്റെ വായല്ല, നിന്റെ കഴിവല്ല, നിന്നെ വിളിച്ചിറക്കിയ ദൈവം, ഹാർവസ്റ്റിന്റെ ഉടയവൻ. ധൈര്യത്തോടെ പറ, എനിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ചിലതിനോട് ദൈവം കൽപ്പിക്കാൻ പോകുന്നു. നമ്മൾ പറഞ്ഞാൽ നടക്കാത്തത് സംഭവിക്കും. സാജൻ ബ്രദറെ, ടിജോ ബ്രദറെ, ഞാൻ നിന്നോട് പ്രവചിക്കുന്നു. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ചിലതിനോട് കൽപ്പിക്കട്ടെ. നിനക്ക് പ്രാപ്തിയില്ല പറയാം, പക്ഷെ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കട്ടെ. സോബി നിനക്ക് വേണ്ടി സംസാരിക്കട്ടെ. സിസ്റ്റർമാരെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. 16-ാമത്തെ വാക്യം പറയുന്നു, അവളെ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. 17, അവളെ എന്ത് ചെയ്യരുത്? ശകാരിക്കരുത്. 2 വേർഡ് കണ്ടോ? ഉപദ്രവിക്കരുത്, ശകാരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ? വഴക്ക് പറയുക. നീ പറഞ്ഞേ 2026 വഴക്ക് കേൾക്കുന്ന സീസൺ തീർന്നെന്ന് പറഞ്ഞേ ചർച്ചിനകത്ത് പാസ്റ്റർ വഴക്ക് പറയത്തില്ല, സീസൺ തീർന്നു. എന്ത് ചിരിയാന്ന് നോക്കി. ഞാൻ ആരെ വഴക്ക് പറഞ്ഞിട്ടാ നിങ്ങൾ ചിരിക്കുന്നേ? അവിടെ സീസൺ തീർന്നിട്ടില്ല, അന്നു സ്വീകരിച്ചത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പറഞ്ഞേ, നിന്റെ ജോലിയിടത്ത് നിന്റെ മേലുള്ള അങ്ങനെ നിങ്ങൾ അങ്ങനെയൊക്കെ ഈ വചനത്തെ നിങ്ങൾ അങ്ങനെയൊക്കെ സ്വീകരിക്കണമെന്നേ. ഒരു പൊട്ടനെ പോലെ അങ്ങ് സ്വീകരിക്കുന്നേ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ സ്കൂളില്, നിന്റെ കോളേജുകളില് ആമേൻ ആ ഒരു സീസൺ തീരാൻ പോകുന്നു. കാരണം നീ നിൽക്കുന്നത് ഹാർവസ്റ്റിനകത്താണ്. ഉപദ്രവത്തിന്റെ സീസൺ, വഴക്ക് കേൾക്കുന്ന സീസൺ. 8 മണിയാകുമ്പം വീട്ടിലോട്ട് വന്നിട്ട് പിന്നെ പിള്ളേരെ കാണാവോ? ചെവി പറയും, അവനില്ലാത്തവന്നാ, ഭർത്താവ് ഇല്ലാത്തവൻ നന്നായി. രാവിലെ 8 തൊട്ട് രാത്രി 8 മണി വരെ ജോലി ചെയ്തിട്ട് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കിന് പിള്ളേർ എന്തെങ്കിലും മാറി നിൽക്കുന്നുണ്ട് എൻ്റെ അടുത്തുനിന്ന്. യേശുവിൻ്റെ നാമത്തിൽ ഈ 12 മണിക്കൂർ കേട്ടത് മുഴുവൻ എവിടെയെങ്കിലും ഇറക്കണ്ടേ? പറഞ്ഞ ആ സീസൺ തീർന്നെന്ന് പറഞ്ഞേ. സ്റ്റെഫി 12 അല്ല 13 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ വന്നാലും ചിരിച്ചോണ്ട് അവൾ വന്ന് ചായ ഇട്ട് തരും. സീസൺ തീർന്നു. വഴക്കിന്റെ സീസൺ തീർന്നു. ഉപദ്രവത്തിന്റെ സീസൺ തീർന്നു. യേശുവിന്റെ നാമത്തിൽ ആ കരങ്ങൾ. നിങ്ങളുടെ ഭർത്താക്കന്മാർ ആരെങ്കിലും അതൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എല്ലാവരും കൈപൊക്കി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ ബഹളം വെക്കുന്ന സീസൺ എന്റെ വീട്ടിനകത്തുനിന്ന് മാറി. ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം എന്റെ വീടിനകത്തുയരും. നിങ്ങൾ അങ്ങനെയൊക്കെ ആമേൻ പറയുന്നേ. ഭാര്യയെ നോക്കി അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ സഭ ഇരുന്നുകൊണ്ട് അങ്ങ് പ്രഖ്യാപിക്കും, ആരുടെയും ഭാര്യമാരും ഇവിടെ ഇല്ല. എന്തേ? അച്ഛന്മാരുടെ സോബിയുടെ ഇല്ല, ബിനോയ് ചാൻ്റെ ഇല്ല, സബുദച്ച ജോബിയുടെ ഭാര്യ മാത്രമേ ഉള്ളൂ. നീ എന്നിട്ട് പയ്യെ പറഞ്ഞാൽ മതി. ഇവിടെ ഇരിക്കുന്ന ആരുടെയും ഭാര്യമാർ ഇപ്പം ഇതിനകത്തില്ല, എൻ്റെ ഇല്ല. യേശുവിൻ്റെ നാമത്തിൽ ആ സീസൺ തീർന്നു. പക്ഷേ എനിക്കൊന്ന് ലൈവിനകത്തുണ്ടെന്ന് തോന്നുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സീസൺ തീർന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സീസൺ തീർന്നു. യേശുവിൻ്റെ നാമത്തിൽ ശകാരത്തിന്റെ ഉപദ്രവത്തിന്റെ സീസൺ. നിക്ക് നോക്കിക്കേ, ഫസ്റ്റ് ഡേയിൽ തന്നെ കോളേജിലൊക്കെ ആണെങ്കിൽ റാഗിങ് എന്നൊക്കെ പറഞ്ഞ പരിപാടിയില്ലേ? റാഗിങ് കോളേജിൽ അനുഭവിച്ചാലുള്ള സ്റ്റെഫി, ജോബി, 2 പേരെ ആകെ റാഗിങ്. ആമേൻ. കർത്താവ് പറയുന്നു ഫസ്റ്റ് ഡേയിൽ തന്നെ ആ ഒരു സീസൺ തീർന്നു.
യേശുവിൻ്റെ നാമത്തിൽ നിന്നെ അപമാനിക്കുന്ന സീസൺ, നീ സങ്കടപ്പെടുന്ന സീസൺ തീർന്നു. കാരണം പറഞ്ഞ് വാ തുറന്ന് പറഞ്ഞ, നീ ഏത് സീസണകത്താണ് നിൽക്കുന്നേ? ഹാർവസ്റ്റിനകത്ത് നിൽക്കുന്നിടത്തോളം കാലം, ഹാർവസ്റ്റിൻ്റെ സീസണകത്ത് നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ ഒരു സീസണും. അടുത്തത് പറയുന്നു, ഒരു സീസൺ പുതിയത് തുറക്കാൻ പോകുന്നു. ചില സീസൺ തീർന്നു, ഹാർവസ്റ്റിൻ്റെ സീസണകത്ത് പുതിയൊരു സീസൺ തുറക്കുന്നു. അത് 16-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു. ആ സീസണിന്റെ പേരെന്നാണെന്നറിയാമോ? 16-ാമത്തെ വാക്യം, അവൾക്ക് പെറുക്കേണ്ടതിന്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ, നമുക്ക് വേണ്ടി ദൈവം ചിലതിനോട് ഓർഡർ ചെയ്യുന്നു, കമാൻഡ് ചെയ്യുന്നു. എന്നാ ചെയ്യാൻ പോണേ? വായിച്ചാ വാക്കെന്ന് വായിച്ചേ. കറ്റയുടെ ഇടയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ ഫെമി സിസ്റ്ററെ പറഞ്ഞേ? ഇപ്പം ഇവള് ഭയങ്കരം കൊയ്ത്തുകാരിയാണ്, കാണുമ്പോഴേ അറിയാം, ഭയങ്കരം കൊയ്ത്തുകാരിയാണ്. ഇവള് കൊയ്താൽ ഒന്നുപോലും എന്ത് ചെയ്യത്തില്ല, താഴെ വീഴത്തില്ല. ഞാൻ പുറകെ നടക്കുക, പെറുക്കാൻ നടക്കുക. ഇവിടെ പുറകെ നടന്നാൽ എനിക്ക് കിട്ടത്തില്ലൊന്നും. മനസ്സിലാവുന്നോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ കൊയ്ത്തുകാരിയുടെ മുമ്പ് പുറകെ നടന്നാൽ ജൂനിയർ പെറുക്കുകാരന് അല്ലേ, ഇവിടെ പുറകെ നടന്ന് എനിക്കൊന്നും കിട്ടത്തില്ല. ഇവിടെ നല്ല ഭംഗിയായിട്ട് കൊയ്യാനറിയാം. ചേർന്ന് പറഞ്ഞ് ഭംഗിയായിട്ട് കൊയ്യാനറിയാം. അവിടെ പുറകെ ഞാൻ നടന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടുമോ? എനിക്ക് പെറുക്കാനേ അറിയത്തുള്ളൂ. ആമേൻ. പക്ഷേ എൻ്റെ ദൈവം എന്നോട് ഫേവർ കാണിച്ചിട്ട് ഇവളോട് ഓർഡർ കൊടുത്തു. എന്ത് ചെയ്യണമെന്നറിയാമോ? പുറകെ വരുന്ന ജൂനിയർ പെറുക്കുകാരന് എന്ത് ചെയ്യണം? മനഃപൂർവ്വം നീ കൊയ്യുമ്പം മനഃപൂർവ്വം എന്ത് ചെയ്യണമെന്നറിയോ? കുറെ എടുത്ത് നിങ്ങൾ ആമേൻ പറയത്തില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. മനഃപൂർവ്വം കൊയ്ത്തുകാരനോട് പറയുക, നിന്റെ കഴിവല്ല അവിടെ കാണണ്ടേ, ഞാൻ പറയുന്ന അവിടെ നടക്കണം. നിന്റെ കഴിവല്ല കാണും, ഞാൻ പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ അത് ഞങ്ങളിപ്പോൾ പ്രഖ്യാപിക്കുന്നു. ചില മേലാളന്മാരോട്, ചില കൊയ്ത്തുകാരോട് നിനക്ക് വേണ്ടി ദൈവം സംസാരിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാൽ ഈ 2026 അതങ്ങനെ സംഭവിക്കുക. ഞങ്ങൾ ആത്മാവിൽ ഇപ്പോൾ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അതിനെ പ്രഖ്യാപിക്കുന്നു. മനസ്സിലായ കാര്യം? ദൈവം നിനക്ക് വേണ്ടി ചിലരോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ? നീ ആ പുറകെ വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് ചിലതൊക്കെ നിനക്ക് പെറുക്കിയെടുക്കാൻ യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് പെറുക്കിയെടുക്കാൻ. ഒന്ന് കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞു, എനിക്ക് പെറുക്കാനുള്ളത് ദൈവം സെറ്റ് ചെയ്യുന്നുണ്ട്. 2026 ഈ ചെയറിലേക്ക് നോക്കിക്കൊണ്ട് പറ, ഇതിനകത്ത് വേക്കുള്ളത് ദൈവം സെറ്റ് ചെയ്യുന്നുണ്ട്. 2026 നമ്മൾ 25 രാമൻ പ്രഖ്യാപിച്ചു. ഈ ചർച്ചിലെ ആരാധന ആൾക്കാർ നിമിത്തം 2 ഷെഡ്യൂളായിട്ട് നമ്മൾ നടത്തു. അതങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആമേ പറഞ്ഞേ. കാരണം നിനക്ക് നീയും വരും യേശുവിന്റെ നാമത്തിൽ വാ തുറന്ന് പറ, ഇതിനകത്ത് ഞങ്ങൾ ഹാർവസ്റ്റിനകത്താണ് നിൽക്കുന്നേ. കൊയ്ത്തിന്റെ യജമാനൻ ചിലതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി വലിച്ചിടും. ചേർന്ന് പറഞ്ഞ ചിലതെല്ലാം വലിച്ചിടുന്നുണ്ട്. അല്ലെങ്കിൽ നീ അത് സ്വീകരിക്കണം. നിനക്ക് വേണ്ടി ദൈവം ചിലത് വലിച്ചിടും. സിസ്റ്റർ, നിനക്ക് വേണ്ടി ദൈവം വലിച്ചിടും. ആമേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് കേട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് അന്ന് കിട്ടിയത് അവള് പെറുക്കി അമ്മായിമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു. അത് ഏകദേശം 1 പറയവം. ഞാൻ ഈ ഗൂഗിളിനോട് ചോദിച്ചു, കണക്കൊക്കെ ഞാൻ ചോദിച്ചു. ഏകദേശം 22 കിലോ യവം. 22 കിലോ യവം. കൊയ്യുന്ന ഒരാൾക്ക് അന്നത്തെ കൊയ്ത്തിൻ്റെ കൂലി 1.5 പറയവാ. എന്ന് പറഞ്ഞാൽ കൊയ്ത്തുകാരനോട് അടുത്ത് നിൽക്കുന്ന ഒരു നന്മ പെറുക്കാനിറങ്ങിയവിടെ മേൽ വീണു. എൻ്റെ കൂടെ ഇല്ല. അന്ന് കൊയ്യുന്നവന് കൊടുക്കുന്ന കൂലി 1.5 പറയവോ. ഏകദേശം 33-35 കിലോ ധാന്യമാണ് കൊടുക്കുന്ന കൊയ്യാനിറങ്ങുന്നവന്. പക്ഷെ പെറുക്കാനിറങ്ങിയവർക്കൊരിക്കൽ പോലും ചരിത്രത്തിൽ സംഭവിക്കാത്ത ഒരു വലിയ ഹാർവസ്റ്റ് അവിടെ ലൈഫിനകത്ത് സംഭവിച്ചു. ഹല്ലേലൂയ. 2 അവസാനത്തെ വാക്യം 23 പറയുന്നു, അങ്ങനെ അവൾ യവക്കൊയ്ത്തും
ഗോതമ്പ് കൊയ്ത്തും തീരുവോളം യേശുവിൻ്റെ നാമത്തിൽ ബാല്യക്കാരികളോട് ചേർന്ന് പെറുക്കാൻ വേണ്ടി ദൈവം വഴി തുറന്നു. ഇന്ന് പകൽ പറഞ്ഞേ, സീസണെ നീ മിസ് ചെയ്യരുത്. ഇപ്പോൾ നീ നിൽക്കുന്ന സീസൺ ഹാർവസ്റ്റിൻ്റെ സീസണാണ്. ചിലപ്പോൾ അതിനകത്തൊരു നന്മ നിനക്ക് കയറി വരും. ആ നന്മയുടെ പുറകെ പോയി സീസണെ മിസ് ചെയ്യരുതെന്ന് പറഞ്ഞേ. 2024 നീ സീസണകത്താണ്. ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ബൈബിൾ മടക്കി. 2026 ജനുവരി തന്നെ ദൈവം ഒരു സീസൺ തുറന്നു വന്നു. പ്രതീക്ഷിക്കാത്തൊരു ജോലി ജനുവരിയിൽ ആ ഒരു സീസൺ അലന് വേണ്ടി തുറന്നു വന്നു. അലന് വേണ്ടി 2026 ജനുവരി മാസം തന്നെ ഒരു സീസൺ തുറന്നു. അലനോർത്ത് ഈ 12 മാസത്തെ കൊയ്ത്തിനകത്ത് ആദ്യ സമയത്ത് തന്നെ എനിക്ക് എന്നാ കിട്ടി? ഒരു കൊയ്ത്ത് കിട്ടി. അലന്റെ ചിന്തയിൽ അലൻ പറയുന്നു, ഇനി ഇതേ ഉള്ളു ഈ വർഷം, ഇത് തുടക്കമാ, ബാക്കി കിടക്കുക സമയം, ഇനി ഒരു 330 ദിവസം കൂടെ മുമ്പോട്ട് കിടക്കുക. പക്ഷേ നമ്മളെപ്പോലെയുള്ള അലന്മാരെന്നാ ചെയ്യുമെന്നറിയാമോ? 330 ദിവസവും നമ്മൾ മിസ് ചെയ്യും. നമ്മൾ ആ ദിവസത്തെ മിസ് ചെയ്യും. മിസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? കിട്ടിയതിൻ്റെ പുറകെ പോകും. ഞാൻ ആത്മാവിൽ പറയുന്നു, അതൊക്കെ ബോണസായിട്ട് കിട്ടിയതാണ്. ഈ സഹോദരി 2 പറ യവം കൊണ്ട് ആ കൊയ്ത്ത് കാലം മാത്രമേ ഉള്ളൂ അവൻ്റെ കൂടെ ജീവിച്ചുള്ളൂ. ലൈഫ് ലോങ് പെറുക്കാൻ ഇറങ്ങിയവൾ ആ വയലിൻ്റെ ഉടമസ്ഥതയിലേക്ക് കയറി. ഹാർവസ്റ്റിൻ്റെ ലക്ഷണങ്ങൾ ഇതെല്ലാം. പറഞ്ഞ് എനിക്ക് അതൊക്കെ പറയുമ്പോൾ നിങ്ങളെ നോക്കി അങ്ങ് ഈ നേരത്തെ പറഞ്ഞ പോലെ ചുമ്മാ അങ്ങ് പ്രഖ്യാപിക്കാൻ തോന്നുക. വാടകയ്ക്ക് താമസിക്കുന്നവർ സ്വന്തമായിട്ട് വീടെന്നൊക്കെയെന്ന് പറയുന്നേ. പറ 2015 ഇവിടുന്ന് പോയി 15 തൊട്ട് 24 വരെ ഓസ്ട്രേലിയയിൽ ജീവിച്ച് അവിടെയും വീട് വാങ്ങിയില്ല. പക്ഷെ പറഞ്ഞ ഹാർവസ്റ്റിൻ്റെ സീസണകത്ത് ഞാൻ ഈ രാജ്യത്ത് ഷെറിൻ സിസ്റ്ററോട് ഞങ്ങൾ ആത്മാവിൽ പ്രവചിക്കുന്നു, വാടക എന്നുള്ള സെറ്റപ്പ് മാറി സ്വന്തം എന്നുള്ള വീട് യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് പെറുക്കാൻ ഇറങ്ങിയവൾ ആ വീടിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഉടമയായി മാറി. ചേർന്ന് ആ വാക്ക് പറഞ്ഞ്, പെറുക്കാൻ ഇറങ്ങിയവൾ എങ്ങനെയാലും ജീവിച്ചു പോകാൻ ഇറങ്ങിയവർ ചെക്കിൽ നിന്നൊക്കെ ഇവിടെ വന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഈ വർഷത്തിനകത്ത് ദൈവം നിങ്ങൾക്കൊരു വീട്, ഏക്കാലും വാടക വീടാ തപ്പുന്നത്, പക്ഷേ നിങ്ങൾക്ക് രാമയം പറയാൻ പറ്റുമെങ്കിൽ 2 പേരും കൂടെ കര ഉയർത്തി പറ, സ്വന്തമായിട്ടൊന്ന്. ടിജോ, നീ ഹാപ്പിയാണ് അതിനകത്ത്? യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ഞങ്ങൾ ഈ ടിജോ ബ്രദറെ, ഞങ്ങളുടെ ചർച്ചിന്റെ പ്രത്യേകത ഇതിനെ അങ്ങ് പ്രഖ്യാപിക്കുകയാ. ആത്മമണ്ഡലത്തിൽ കയറി പറ. സ്റ്റെഫി താമസിക്കുന്ന ഒരു ബെഡ് സ്പേസിൽ, ഇങ്ങനെ താമസിക്കാൻ എനിക്കൊന്നും പേരൻസിൻ്റെ കൂടെ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു ഫാമിലിയൊക്കെ ആകുമ്പോൾ ഇവർക്ക് നിശ്ചയമായിട്ട് ഒരു വീട് വേണം. യേശുവിൻ്റെ നാമത്തിൽ എവിടെയെങ്കിലും പെറുക്കാൻ ഇറങ്ങിയാൽ പോരാ. യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, നീ ഹാർവസ്റ്റിനകത്ത് കയറി നിന്നാൽ ഈ വചനം എടുത്ത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അതിൻ്റെ സ്വന്തമാക്കി മാറ്റാൻ, അതിനെ സ്വന്തമാക്കി. ബുദ്ധിയുള്ള ഒരു സ്ത്രീ ഒരു നിലം കണ്ണു വെച്ചാൽ, അങ്ങനെ ഒരു വാക്കില്ലേ, ഒരു നിലത്തിൻ്റെ മേൽ ദൃഷ്ടി വെച്ചാൽ അവൾ അതിനെ എന്ത് ചെയ്യും? സദൃശവാക്യത്തിനകത്ത് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. സാമർത്ഥ്യമുള്ള സ്ത്രീ ഒരു നിലത്തെ ഒരു വസ്തുവിനെ കണ്ണുവെച്ചാൽ അവൾ അതിനെ വാങ്ങിയിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. നിങ്ങൾ കേട്ടെ, ഹാർവസ്റ്റ് ഇവർ വന്നത് ഏത് സമയത്താണ്? ഹാർവസ്റ്റിൻ്റെ തുടക്കത്തിൽ വന്നത്. എങ്ങനെയാണ്? ഒന്നുമില്ല. പക്ഷേ ഹാർവസ്റ്റ് തീരുന്നപ്പം അവൾക്ക് ഭർത്താവുണ്ടായി, അവൾക്ക് മക്കളുണ്ടായി. അവൾ എവിടെ കയറിയെന്നറിയാമോ? രൂത്തിൻ്റെ കുടുംബം ഏതാണെന്നറിയോ? ജീസസിൻ്റെ കുടുംബത്തിനകത്ത് രൂത്ത് എൻട്രി ചെയ്തു. റീസൺ ഹാർവസ്റ്റ്. അതിൻ്റെ റീസൺ കൊയ്ത്തായിരുന്നു. ആ കൊയ്ത്തിലല്ല അവൾ വന്നെങ്കിൽ, നിങ്ങൾ ഇതിൻ്റെ നേരെ തിരിച്ചു വെച്ച്, അവർ വന്നത് യവക്കൊയ്ത്തിൻ്റെ കാലത്തല്ല എങ്കിൽ ബോവസിനെ കാണാൻ സാധ്യതയില്ല, ആ വയലിൽ പോകാൻ സാധ്യതയില്ല. പഴയതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകും. പക്ഷെ തമ്പുരാനൊരു പദ്ധതിയുണ്ട്. ദാവീദിൻ്റെ അപ്പൻ്റെ അപ്പൻ, ദാവീദിൻ്റെ വല്യമ്മ ആരാണെന്ന് ചോദിച്ചാൽ പേര് പറയും. വായിച്ചേ മത്തായി സുവിശേഷം
1-ാം അധ്യായം, എനിക്കൊന്ന് 16-ാമത്തെ വാക്യം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം, നിങ്ങൾ ആ വാക്യം വായിച്ചേ. അങ്ങനെ രൂത്ത് തൊട്ട് തുടങ്ങി. മത്തായി സുവിശേഷം 1-ാം അധ്യായം കിട്ടിയോ? വായിച്ചേ. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. അടുത്തത് ഓബേദ് ആരെ ജനിപ്പിച്ചു? ദാവീദിന്റെ അപ്പൻ, ദാവീദിന്റെ വല്യമ്മ അല്ല, യേശു കർത്താവിന്റെ വല്യമ്മയുടെ ലിസ്റ്റിലേക്ക് ശാപം പിടിച്ചു കിടന്ന പട്ടണത്തിനകത്തെ, അങ്ങനെയല്ലേ പറഞ്ഞ, 10-ാം തലമുറ പോലും പള്ളി കയറരുതെന്ന് പറഞ്ഞിട്ട് അവിടെ എനിക്കൊന്ന് ദാവീദ് മുതൽ, അങ്ങനെ എഴുതിയിരിക്കുന്ന ദാവീദ് മുതൽ 14-ാമത്തെ തലമുറ യേശു ക്രിസ്തു. അങ്ങനെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. ആ, ദാവീദ് വരെ 14, ആ നിങ്ങൾ നോക്കിക്കേ, 10-ാം തലമുറ പോലും കയറരുതെന്ന് പറഞ്ഞെടുത്ത് അവൻ്റെ തലമുറ മാനവജാതിയെ രക്ഷിക്കാൻ ആലയത്തിൻ്റെ സ്തോത്രം ഈ തിരുശീലയെ ചീന്തി സകലർക്കുമുള്ള പ്രവേശനം സാധ്യമാക്കിയെങ്കിൽ പറഞ്ഞേ, ഹാർവസ്റ്റിനകത്ത് നിനക്കുള്ളതെല്ലാം ഉണ്ട്. ഒരു മിനിറ്റ് ആ അതാത് സ്ഥാനങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നേ. ഞാൻ വളരെ ശാന്തമായിട്ട് ഈ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, പക്ഷെ അതിനകത്തുനിന്ന് ചില ദൂതുകൾ നിങ്ങളോട് ഇടപെടട്ടെ. വാ തുറന്ന് പറയാമെങ്കിൽ പറഞ്ഞു, ഹാർവസ്റ്റിനെ മിസ് ചെയ്യരുത്. ഹാർവസ്റ്റിനകത്ത് കയറിയാൽ കൊയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും നീ ബ്ലസ്ഡ് ആണ്. കൊയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അല്ല, കൊയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും നീ അനുഗ്രഹിക്കപ്പെട്ടതാണ്. കൊയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും നീ ബ്ലസ്ഡ് ആണ്. യേശുവിൻ്റെ നാമത്തിൽ ഹാർവസ്റ്റിൻ്റെ സീസൺ ആരംഭിക്കട്ടെ. ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ.